ഇതാണ് മുള്ളില്ലാത്ത പൈനാപ്പിൾ. ഏകദേശം 4 കിലോ 5 കിലോനൊക്കെ തൂക്കം വരുന്ന പൈനാപ്പിളാണ്. ഇലമ്പ മുള്ളുണ്ടാവില്ല, നല്ല ടേസ്റ്റുള്ളതാണ്, കുറച്ച് ജ്യൂസിയാണ്. 8 കിലോ വരെ വന്ന ആളുകളുണ്ട്. ഇതാണ് ഗോൾഡൻ 8 എന്ന് പറയുന്ന പേരാ. ഇത് നല്ല കായപിടുത്തം ഉണ്ട്, നല്ല അത്യാവശ്യം നല്ല സൈസും ഉണ്ട്, നല്ലൊരു വെറൈറ്റി. കായപിടുത്തത്തിലെ ഏറ്റവും ടോപ്പ് വെറൈറ്റിയാണ് ഗോൾഡൻ 8 എന്ന് പറയുന്നത്. ഞാൻ ഒരു നാം ഡോക്യുമെൻ്റ് ഒരു കൺഫ്യൂഷൻ തീർക്കുക എന്നുള്ളതാണ്. ഇത് നാം ഡോക്യുമെൻ്റ് ഗ്രീനാണ്, ഇത് നാം ഡോക്യുമെൻ്റ് ഗോൾഡിൻ്റെ ചെറിയ കണ്ണിമാങ്ങ എന്ന് പറയാം. ഇതാ കുറച്ചും കൂടി മൂപ്പായ ഒരു നാം ഡോക്യുമെൻ്റ് ഗോൾഡാണിത്. അപ്പോൾ ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇത് ഗോൾഡും ഗ്രീനും ഒന്നേ ഉള്ളൂ. ചില ആളുകൾ പറയുന്നത് ഗോൾഡ് പിന്നെ ഗ്രീനിന് കവർ ഇടുമ്പോഴാണ് ഗോൾഡാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കവർ ഇടാതെ ഗോൾഡായതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയും മാറ്റമുണ്ട് കണ്ടോ. ഈ 2 മാങ്ങ വെച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ, ഇത്രയും മാറ്റം. പഴുത്ത മാങ്ങ ടേസ്റ്റിൽ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ ഗോൾഡിന് ചില ആളുകളും ഗ്രീനാണ് കൂടുതൽ കായപ്പെടുന്നത്. എന്തായാലും രണ്ടും നല്ല അത്യാവശ്യം കായ പിടിക്കുന്നുണ്ട്. നമ്മൾ ഗോൾഡായിട്ടും ഗ്രീനായിട്ടും വെക്കുന്നുണ്ട്. തൈന് ഈ വലുപ്പമുള്ള തൈകൾ കായ പിടിച്ചതും പൂവുള്ളതായ തൈകൾക്ക് 1500 രൂപ ഗോൾഡിന്. ഈ വലുപ്പമുള്ള ഇതിന് ഇപ്പോൾ ഇത് കുറച്ച് വലിയ മാവാണ്, ഇതിന് ഏകദേശം 2000 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ തൈകൾ ഗോൾഡിൻ്റെ ഇഷ്ടംപോലെ തൈകൾ എൻ്റെ കായുള്ളതും പൂവുള്ളതുമായിട്ടുള്ളുണ്ട്. കുഞ്ഞു തൈകൾ എൻ്റെ കയ്യിൽ ഷോർട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മല്ലിക മാവ് പറിക്കുകയാണ്. കേരളത്തിൽ മല്ലിക കായ്ക്കൂല, മല്ലിക സൈസ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയല്. കണ്ടോ, ഏകദേശം 1 കിലോ ഉണ്ടാവും ഓരോ മാങ്ങ. നല്ല ടേസ്റ്റ് അല്ലേ, നല്ല ടേസ്റ്റുമാണ്, നല്ല സൈസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ വർഷം ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാങ്ങ പറിച്ചുകൊണ്ട് കഴിഞ്ഞ് ഒരുപാട് മാങ്ങ പറിക്കാണ്ട്, ഇതിൻ്റെ ഒരു എത്രയും കൂടി മാങ്ങ പറിക്കാണ്ട്. ഇത് എന്തായാലും നമ്മൾ വീട്ടിൽ വെച്ച് എന്തായാലും നമ്മളെ കേരളത്തിൽ കായ്ക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും കായ്ക്കുന്നുണ്ട്, നല്ല സൈസും ഉണ്ട്, വലുപ്പവും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. ഇതാണ് തായ് ജംബോ സപ്പോട്ട. ഒരുപാട് എന്തൊരു സൈസും ഉണ്ട് കണ്ടോ, അത്യാവശ്യം അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതാ അവിടെയൊക്കെ ഉണ്ട് തായ് ജംബോ. അത്യാവശ്യം നല്ല സൈസും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉള്ള ഒരു സപ്പോട്ടയാണ് തായ് ജംബോ. പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും. അതെ. നമസ്കാരം, ഞാനിപ്പോൾ മലപ്പുറത്ത് റെസീൻ എക്സോട്ടിക്കിലാണ്. പെരിങ്ങോട്ടുപുലം എന്ന് പറയുന്ന സ്ഥലത്താണ്, മലപ്പുറം ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. ഋഷിക്കട പുതിയൊരു പ്ലോട്ടാണ് കേട്ടോ. ഇവിടെ പ്ലാന്റേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് കാണിച്ചതിന് ശേഷം ഈ നേരെ പുള്ളിയുടെ ഗാർഡനിലോട്ട് പോകും. ഇപ്പം ഞാനിപ്പോൾ പുതിയതായിട്ട് കുറച്ചൊരു സ്ഥലം എടുത്തിട്ടേ പുതിയ പ്ലാന്റുകൾ, അതായത് ഒരുപാട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 10-18 വർഷമായ മരങ്ങൾ, ഒരുപാട് മദർ പ്ലാന്റുകളുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ചെയ്യാൻ സ്ഥലം കുറവായതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു സ്ഥലം എടുത്തിട്ട് ഞാൻ അവിടെ ഇല്ലാത്ത ഒരുപാട് ലോങ്ങൻ്റെ ഒരു 25ഓളം വെറൈറ്റീസ് ഇപ്പോൾ ഞാൻ മൊത്തം ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് നാരങ്ങൾ, പേരക്കളൊക്കെ പല പല പുതിയ വെറൈറ്റികൾ വന്നപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ തൈകൾ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് തായ്ലൻഡ് മാർക്കറ്റ് ലെമൺ. നല്ല നീരും കിട്ടും, നല്ല കായപിടുത്തമാണ് കേട്ടോ. ഇതിലിപ്പോൾ ഇത്രയും മൂത്തം ഇതുണ്ട്, ഇതുണ്ടോ, ചെറിയ കായകളുണ്ട്, അതിലും ചെറിയ കായകളുണ്ട്. പൂവ് ഇപ്പം ഇതിൽ കാണില്ല. എന്തായാലും ഇതൊരു ഓൾ സീസൺ ആയിട്ട് കായ്ച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലെമണാണിത്. ഇതിന്റെ തൈകളുണ്ട്, ഇഷ്ടംപോലെ തൈകളുണ്ട്. ശരിക്കും ഇത് ലെയർ ചെയ്തെടുക്കുന്നതാണ്. ഇത് വിയറ്റ്നാം സൂപ്പർ അല്ല, കംബോഡിയനാണ്. കംബോഡിയൻ ചാക്ക അല്ലേ? കംബോഡിയൻ ഇത്ര വേഗം കായ്ക്കും. കംബോഡിയ നമ്മൾ വിയറ്റ്നാം പോലെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ എല്ലാരും പറയണത് വിയറ്റ്നാമിനേക്കാളും കംബോഡിയ. ഒരു സംശയമില്ല, ഞങ്ങൾക്ക് ഇവിടെ കാഴ്ചതാണ്. അവിടെ ഇതിന്റെ ഇടയ്ക്ക് വേറെ ഏതൊരു വീഡിയോയിൽ റിവ്യൂ ചെയ്തതാണ്, പല ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇതിനെക്കാളും ഒന്നുകൂടെ നല്ലത് ഇതെന്ന് തന്നെയാണ് അഭിപ്രായം. കംബോഡിയൻ ചക്ക മറ്റൊരു ഫംഗസിന്റെ ഇത് ആക്രമണമെങ്കിൽ ഇതിനും കുറവാണ്. ചക്കയ്ക്ക് ഒരു ഭംഗി കുറവാണ്, കാരണം കളറ് മൂത്ത് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ഡാർക്ക് ഷെയ്ഡൊക്കെ വരും. പക്ഷെ അകത്തൊരു കംപ്ലൈന്റും ഇല്ല, അടിപൊളി ചക്കയാണ്, നല്ല ടേസ്റ്റാണ്. ഒരു റെഡ് കളറിലേക്ക് വരുന്നുണ്ട്. ഈ സൈഡൊക്കെ പ്ലാവ് വെച്ചാണ് ഓരോ വെറൈറ്റികളാണ്. ഒരു റോയൽ ജാക്ക്, അത് ജപ്പാൻ പേരിന്റെ റെഡ്. പിന്നെ പുതിയൊരു പേരക്കുണ്ട് എൻ്റെ കയ്യിൽ, അതായത് ജാർവി റെഡ് എന്ന് പറഞ്ഞിട്ട്. ജാർവി വൈറ്റ് ഒക്കെ വരുന്നുണ്ട്, ഒരുപാട് പേരൊക്കെ ഉണ്ട്. ജാർവി റെഡ് വൈറ്റ് ആണ് ഇത് വെച്ചിട്ടുള്ളത്, അല്ല ജാർവി റെഡ്, അതായത് ജപ്പാൻ പേര പോലെ തന്നെയാണ്, പക്ഷെ അതിലും വലിയതാണ്. ഗുജറാത്തിലൊക്കെ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ്. വലിയ പഴം ഇതേപോലെ പൂവിട്ട തൈകളാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിലൊക്കെ ഇപ്പോൾ ഇവിടെ വെറുതെ വെച്ചതാ, വെക്കുമ്പോൾ തന്നെ ഉണ്ടോ പൂവ് വരുന്നത്. വെച്ച് ഒരു 15 ദിവസം കഴിഞ്ഞാൽ പൂവ് വരാൻ തുടങ്ങി. ഇതിന്റെ വലിപ്പം എങ്ങനെ, ടേസ്റ്റ്? നല്ല അത്യാവശ്യം നല്ല സൈസാണ്. പിന്നെ ഇപ്പോൾ ജപ്പാൻ പേരയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, എന്താ വെച്ചാൽ ചൂടിൽ പിന്നെ അതിൻ്റെ പൊഴിച്ചിൽ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ട്, പൊഴിച്ചിൽ കൂടുതലാണ്, ജപ്പാൻ പേര പൂവിട്ടുണ്ട്, കായ്ക്കൊണ്ട് പിടിക്കണില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അത് മരം മെച്ചൂറായി കഴിഞ്ഞാൽ ശരിയാവണമുണ്ട്. പക്ഷേ ഇതിനാ കുഴപ്പമില്ല, എന്ത് ചൂടിലും പേരൊക്കെ നല്ല കായപിടുത്തം പിടിക്കേണ്ട വെറൈറ്റിയാണ് ജാർവി റെഡ്, ജാർവി വൈറ്റ് എന്നൊക്കെ പറയുന്ന പേരക്കകൾ. കുരു കുറവാണ്, ജപ്പാൻ പേര പോലെയാണ്. ഇതിന്റെ തൈകൾ ഇഷ്ടംപോലെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ലോങ്ങന്റെ തൈകളാണ്. ലോങ്ങൻ്റെ ഒക്കെ ഇതിലൊക്കെ കാഴ്ച. ഇത് ബ്ലാക്ക് ലീഫ് ലോങ്ങനാണ്, ഞാൻ പറഞ്ഞില്ലേ, ഇത് ബ്ലാക്ക് ലീഫ് എന്ന് പറഞ്ഞ ലോങ്ങനാണ്. പക്ഷെ ഇതിൻ്റെ ഒക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് മരുന്ന്, അതായത്
മാങ്ങക്ക് അടിക്കുന്നുണ്ടല്ലോ കൾട്ടർ കായ്ക്കാത്ത മാവിന്, അതേപോലെ മരുന്നടിച്ചാൽ മാത്രമേ ബ്ലാക്ക് ലീഫ് കായ്ക്കുള്ളൂ, അല്ലെങ്കിൽ കായ്ക്കൂല. അതേപോലെ തന്നെ എഡോ എന്ന് പറയുന്ന വെറൈറ്റീസും അതാണ്. ഇതൊക്കെ കണ്ടോ, ഡബിൾ ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത്, കണ്ടോ ചെറുതിൽ തന്നെ കായ് വരുന്നുണ്ടോ. അതേമാതിരി എഡോ സ്റ്റാർ കണ്ടോ, എഡോ സ്റ്റാർ. ഇതിന് പിന്നെ വിയറ്റ്നാം അബിയു എന്നും പറയുന്നുണ്ട്. ഇതാണ് എഡോ സ്റ്റാർ, കണ്ടോ അതിൽ കായ ഉണ്ടോ, നിറയെ കായ പിടിച്ചാണ്. അങ്ങനെ ഇതിൽ ലോങ്ങിലൊക്കെ നമ്മൾ നോക്കി കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ ചിലതൊക്കെ നമുക്ക് പിന്നെ ചെടി നന്നാവുന്നല്ലാതെ കായ്പിടുത്തം കുറവാകും. ഇതൊക്കെ നന്നായിട്ട് കായ്ച്ച് ഫുള്ളായിട്ട് കായ്ച്ചാൽ നല്ല രസമായിരിക്കില്ല. അത്രയധികം പ്ലാന്റുകൾ ഇവിടെ പ്ലാന്റ് ചെയ്തത്. അതെന്താ ചെറിയ ആക്കണേ? അത് ബ്ലാക്ക് സുറിനാം ചെറി. ഇത് സിൽ ഡാർക്ക് എന്ന് പറഞ്ഞ സാധനം. സിൽ ഡാർക്ക് റെഡാണ് വരിക, പക്ഷെ ഇത് ബ്ലാക്ക് വരിക. നല്ല ടേസ്റ്റ് ആണിത്. ഇതിന്റെ തൈകളൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടും പിന്നെ സീഡ് മുളപ്പിച്ച തൈകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സുറിനാം ചെറിയിൽ ബ്ലാക്ക് ആണ് ടേസ്റ്റ് ഉള്ളൂ, മറ്റുള്ള ഒന്നും നമുക്ക് ഇഷ്ടപ്പെടാത്ത, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തൊരു ഫ്ലേവറാണ് വരും. പക്ഷെ ഇതിന് നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റ്. കൊറിയർ തുടങ്ങിയിട്ടുണ്ടോ? കൊറിയർ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഹൈവേ ഡെലിവറി തുടങ്ങിയപ്പോൾ കൊറിയർ ഏകദേശം അടുത്ത മാസം, അതായത് ജൂൺ സ്റ്റാർട്ട് ചെയ്യുന്ന ജൂണിൻ്റെ മുന്നായിട്ട് നമ്മൾ കൊറിയർ തുടങ്ങും, പാക്ക് ചെയ്ത് കൊറിയർ തുടങ്ങും. അല്ലെങ്കിൽ ഹൈവേ ഡെലിവറി ഉണ്ട്. പിന്നെ കൂടുതൽ പ്ലാൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ എത്തിക്കും. അതൊക്കെ ബ്ലാക്ക് സുർണമാണ്. അത് ഞാൻ കൂടുതൽ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഗുണം കൊണ്ടാണ് ഞാൻ അത് കൂടുതൽ വെച്ചത്. അപ്പോൾ അവിടെ ഒരു മരമുണ്ട്, ഇവിടെ ഒരു മരമുണ്ട്. ഇത് ശരിക്കും ഓരോ ചെടികളും വെച്ചേക്കുന്ന എത്ര ഗ്യാപ്പ് ഇട്ടിട്ടാ? ഇത് ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇത് കുറവാണ്. ഇതിൻ്റെ വെച്ചാൽ ലോങ്ങിൻ്റെ വെറൈറ്റികൾ നമ്മൾ എന്താ വെച്ചാൽ പ്രൂണിങ്ങിലൂടെ എങ്ങനെ ഇത് വിജയിപ്പിക്കാം. അത് വലിയ മരമാക്കിയിട്ടല്ല. വലിയ മരമായി കഴിഞ്ഞാൽ വലടാനും ബുദ്ധിമുട്ടാണ്, കായ കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാം ചെറിയ മരങ്ങളാക്കിയിട്ട് ഇത് പ്രൂൺ ചെയ്തിട്ട് എല്ലാ വർഷവും പ്രൂൺ ചെയ്ത് നമ്മൾ കായ പിടിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൈകളൊക്കെ വെച്ചിട്ടുള്ളത്. അതിനൊരു പ്രത്യേക ഗ്യാപ്പ് ഗ്യാപ്പ് കുറവാണിത്. ഇതില്ല, ഇതൊന്നും ഗ്യാപ്പല്ല. 15-17 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു തോട്ടമാണ്. അപ്പോൾ ഇന്ന് കാണുന്ന ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഈ തോട്ടത്തേക്ക് വന്നതാണ്. ഇത് റംബുട്ടാനാണ്. ഇത് യുജീനിയ ഫാമിലിപ്പെട്ട ഒരു ചെടിയാണ്. ഇത് എങ്ങനെയുണ്ട്? ചെറിയാണോ? ഇത് ചെറികളാണ്. അതെ, എങ്ങനെയുണ്ട് സാധനം? ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൂടുതൽ കഴിക്കാനൊന്നുമില്ല. പക്ഷെ ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. യുജീനിയ ഫാമിലി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ലെയർ ചെയ്തേക്കുന്ന തൈകളുണ്ട്. ലെയറും തൈകളും സീഡില്. ഇത് NIT ആണ്. എല്ലാം ഉണ്ട്. റംബുട്ടാൻ എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഇതിങ്ങനെ 4 സീസൺ ലോങ്ങിനൊക്കെയാണ് ചെറുത് വെച്ചാണ്. വലിയ മരങ്ങളൊക്കെ അപ്പുറത്തുണ്ട്. പിന്നെ ഡയമണ്ട് പറഞ്ഞ വലിയ മരങ്ങൾ. ഇതാണ് കിങ് കോങ് എന്ന് പറഞ്ഞ ചാമ്പ. കിങ് കോങ് കുഴപ്പമില്ലാത്ത വലുപ്പമുണ്ട്, നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റും ഉണ്ട്. ഇത് കായപിടുത്തം നല്ല കായപിടുത്തമുണ്ട്. ഇതിലൊക്കെ നിറയെ കായ്ച്ചുണ്ട്. പിന്നെ പുലാസാനിത കായ കൂടിയിട്ടുള്ള നല്ല ഇത് കാമ്പുള്ളതാണ്. ഇതിൽ പേടുകായ് കൂടുതൽ വരല്ലോ, പക്ഷെ ഇതിൽ പേടുകായ് കുറവാണ്. ഇപ്പോൾ ഈ വർഷം ഉണ്ടായതായാലും നല്ല കായ്കളാണ്. ഇത് ഈ ചാമ്പ ആ ചാമ്പ ബാലി ചാമ്പയാണ്. അതിൻ്റെ വലിയ മരങ്ങൾ ഇതാ അവിടെ. ഇതിൻ്റെയൊക്കെ തൈകളുണ്ടല്ലേ? തൈകളുണ്ട്. കണ്ടോ ചാമ്പൻ്റെ മരം കണ്ടോ? ഇത് ബാലിച്ചാമ്പ. ഇത് ഉമ്മർ ചാമ്പയാണ്. അതല്ലേ? ഇതിൻ്റെയൊക്കെ വലിയ പ്ലാൻ കണ്ടോ? മിൽക്ക് ഫ്രൂട്ടൊക്കെ കണ്ടോ? എത്ര ഇതിൻ്റെ ഒരു ഏരിയ മൊത്തം ഒരു ഏകദേശം 5 സെൻറ്റ് മൊത്തം ഒരു മിൽക്ക് ഫ്രൂട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ഇതൊരു ഏകദേശം ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു 17 വർഷം മുന്നേ വെച്ച മരങ്ങളാണ്. പിന്നെ ഇത് ഇവരൊരു തോട്ടമാണ്. ഇത് യെല്ലോ. ഇത് അതേപോലെ അക്കൈബറി കേട്ടില്ല? അസൈബറി എന്ന് പറഞ്ഞ അടക്ക ജ്യൂസ് അടിക്കുക ഫ്രൂട്ടാണെന്ന്. അതിൻ്റെ അടക്കാണ് അത്. അങ്ങനെ മുകളിൽ അസൈബറി. ഇതൊക്കെ എന്നോ കായ്ക്കാൻ തുടങ്ങിയാണ്. എങ്ങനെയുണ്ട് ഫ്രൂട്ട്? എങ്ങനെയുണ്ട് ഫ്രൂട്ട്? പിന്നെ കഴിക്കാൻ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഹെൽത്തി ബെനിഫിറ്റ് ആണ് ഇതിന് പറയണത്. ഇതങ്ങനെ ഓലോ സോപ്പോ വലിയ മരേനു പഴങ്ങൾ കിട്ടാനായിട്ട് ഇപ്പം മരം വെട്ടിയാണ്ട് അത്രയും വലിയ മരമുള്ള മണ്ണുള്ള മരങ്ങളാണ്. കണ്ടോ കണ്ടോ ഇതിൻ്റെ സൈസ് കണ്ടോ? പിന്നെ അതൊക്കെ വെട്ടിയതാണ്. ഇത് ഫൽസ എന്ന് പറഞ്ഞ ഫ്രൂട്ടാണ്. ഇതിപ്പോൾ ഇല്ല, കായ്ക്കണില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആരും ഇതിന് പ്രോത്സാഹനം കൊടുക്കണില്ല. ഇപ്പോൾ മൾബറി കണ്ടോ? ഇതിൻ്റെ കടവണ്ണം കണ്ടോ? ഇതാണ് പാകിസ്ഥാൻ മൾബറിയൊക്കെ എത്ര മുന്നേ വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാണെങ്കിൽ അതിന് താഴേക്ക് നോക്കിയാൽ മതി. കണ്ടോ? ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ വെട്ടിയതാണ്. കാരണം വലിയ മരമായപ്പോൾ വലിയ ലോങ്, പക്ഷെ വലിയ മരമായപ്പോൾ കിട്ടാണ്ടായപ്പോൾ കട്ട് ചെയ്തതാണ്. പിന്നെ ഇതൊക്കെയാണ് കുറേ ആൾക്കാർ വലിയ പിന്നെ മക്കഡോമിനറ്റ്സ് എന്തായാലും ഇവിടെ കായ്ക്കാൻ പണിയാണ് തോന്നുന്നുണ്ട്. ഇനി വയനാടൊക്കെ കായ്ക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. ഇതെന്താ മറ്റേ ജബോട്ടിക്കാവല്ലേ? ഇത് ജബോട്ടിക്കാവുള്ള സബാറ വെറൈറ്റികളാണ്. ഇതിലൊന്നും വലിയ ഇതില്ല. ഇതൊക്കെ നമ്മൾ വെറുതെ തോട്ടത്തിൽ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൊടുന്ന് വെച്ച ഓരോ മരങ്ങളാണ് ഇതിൽ. അങ്ങനെ ഡയമണ്ട് റിവറിൻ്റെ ഒക്കെ വലിയ മരം കണ്ടോ? ഇത് കണ്ടോ? ഇത് വെട്ടിയിട്ട് ഇവിടെ നിന്ന് കായ്ക്കണല്ലേ? അതൊക്കെ പാകിസ്ഥാൻ മൾബറിയാണ്. അതൊക്കെ വലിയ കണ്ടോ? വലിയ മരങ്ങളാണ് കേട്ടോ. കടവണ്ണം കണ്ടോ? അബിയു ഇത് കൊടുക്കാനുള്ളതാ? ചെടികൾ കൊടുക്കാൻ ഇഷ്ടം പോലെ അബിയു കാഴ്ച മരങ്ങളാണ്. ഇതിലെല്ലാം ഉണ്ട്. ഇതൊക്കെ ആദ്യത്തെ മരങ്ങളാണ്. കുറേയൊക്കെ കറക്റ്റ് ചിലപ്പോൾ ഇതിന് പഴം കിട്ടിക്കോളുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ചെടികൾക്കൊന്നും നമ്മൾ ജയന്റ് മറ്റേ നട്ടൊന്നും കിട്ടാൻ പണിയാണ്. പിന്നെ ഇതുണ്ടോ? ഇതിലെ ഫുള്ള് കായാണ് റംബൂട്ടാനുണ്ടോ? ഇത് നമ്മൾ ലെയർ അടിച്ചിട്ട് വെറുതെ മണ്ണിൽ വെച്ചതാണ്.
ലെയർ അടിച്ച് വെച്ചാണ്. ഇതെന്താ ഇരിക്കുന്നത്? ഇതൊക്കെ ആസാം ലെമണാണ് ഇത് മേലുള്ളത്. പിന്നെ അതുകൊണ്ട് മെഡൂസ പൈനാപ്പിൾ ഉണ്ടോ അവിടെ? ആ അതായില്ലേ. ഓ ഇതാണ് മെഡൂസ പൈനാപ്പിൾ. പക്ഷെ ഇത് തിന്നാൻ കിട്ടുമോ? തിന്നാൻ കിട്ടും. ചെറുതാണെങ്കിലും കുറച്ച് കഴിക്കാനുണ്ടാവും. കൂടുതലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ സെൻറ്ററത്ത് മൊത്തം നമ്മൾ പൈനാപ്പിൾ കഴിക്കണ പോലെ കഴിക്കും ചെയ്യാം. ഉണ്ടോ ഇതിന്റെ തൈകളോ ഉണ്ടോ? ഓ ഇഷ്ടം പോലെ. 100 രൂപ. അത്രേ ഉള്ളൂ അല്ലേ? ആ ശരി. ഇഷ്ടം പോലെ തൈകളുണ്ട്. നമ്മൾ സാന്തോൾ മരം വെട്ടിയതാ. എന്താ വെട്ടിക്കളഞ്ഞ്? എന്താ ഇതൊരു തണലുള്ളതാണെന്നുള്ളേ ഉള്ളൂ. ചില ആളുകൾ ഇഷ്ടം നല്ലതാണെന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇതാ അലാട്ടച്ചേരി എന്ന് പറയുന്നത് ഉണ്ടോ? മുന്തിരി ടെരിങ്കാന ചെറു അലാട്ടച്ചേരി ഒന്ന് തന്നെ. അതുകൊണ്ട് കൊല കൊലമായിട്ട് മുന്തിരിക്കൊല പോലെ വരും. ഇതിന് വീഡിയോസും ആണെങ്കിൽ ഇല്ല ചെറിയായിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. ഓർണമെന്റലായിട്ട് വീടിന്റെ മുന്നിലൊക്കെ വെച്ച് നല്ല ഭംഗിയാണ്. കാഴ്ച കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇതിന്റെയൊക്കെ തൈകൾ എത്ര രൂപ കൊടുക്കണം അറിയാം? 50 രൂപ കൊടുക്കണം. ഇതിന്റെ സീഡാണ് ശരിക്കും? സീഡാണ്. തൈകൾ ഉണ്ടാക്കുന്ന അല്ലല്ല, അതിന്റെ ആവശ്യമില്ല. എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? ഒരു 2-3 വർഷം എന്തായാലും കായ്ക്കും. ശരി. ഇതെന്റെ വലിയ ജയന്റ് അബി ഉണ്ടായിരുന്ന മരമാണ്. ഇപ്പോഴും അബിയുണ്ട്. പച്ച അബിയൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് ഏപ്രിൽ മാസം ലാസ്റ്റ് ആയില്ലേ, ഇപ്പോഴും അബിയുണ്ട്. നമുക്ക് ഇതിന് ഒരു അബിയു കണ്ടി നമുക്കൊന്ന് പറിക്കാൻ കിട്ടും നോക്കാം. ഈ സമയത്തൊക്കെ അബിയു ഉണ്ടാവുണ്ടല്ലേ? ഓക്കെ. ഇത് പക്ഷേ ഇതല്ല അതിന്റെ തൂക്കം അല്ലേ? ഇതാണ് ആ ജയന്റ് അബിയു. ഇതില് 1 കിലോ 100 ഗ്രാം വരെ ഇതിൽ അബിയു കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇത് പക്ഷേ ഇതിനേലും വലിപ്പം വരുന്നത്. ഇതിപ്പോ ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ മാസം ലാസ്റ്റ് ആണ്. ഇപ്പോഴാണ് ഈ പഴം. അബിയുവിൻ്റെ തൈകൾ ഞാനിപ്പോൾ ജയൻ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്തായാലും ഇതിൻ്റെതായ തൈകൾ കുറച്ച് മാറ്റി വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രോസ് പോളേഷൻ നടക്കുമ്പോൾ എത്ര കണ്ട് വലുതാവുന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് വലുതാവുമോ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇതിൻ്റെ തൈകൾ നമ്മൾ 150 രൂപ കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാ അബിയുവിൻ്റെ തൈകൾ ജയൻ്റ്, നിപ്പിള്, ഓവല് ഇതെന്നെല്ലാം പറഞ്ഞ എല്ലാ തൈകളും നമ്മൾ കൊടുക്കുന്നത് വെറും 100 രൂപ ആയിട്ടാണ്. ഇതൊക്കെ പൈനാപ്പിളിൻ്റെ ഓരോ വെറൈറ്റികളാണ്. ഇതാണ് നമ്മൾ കുന്താണി, നമ്മൾ ആദിവാസികൾ കണ്ടുപിടിച്ച മക്കളെ പോറ്റി എന്നൊക്കെ പറഞ്ഞാൽ കുന്താണി എന്ന് പറഞ്ഞ പൈനാപ്പിളാണ്. ഇത് ഏകദേശം ഈ നീളം, ഈ ഹൈറ്റ് വരെ വരും. നീളത്തിലാണ് പോവുക. ഇതിൻ്റെ സൈഡിൽ നിന്ന് 1-2 ഇത് പൈനാപ്പിൾ ചെറുതായിട്ടുണ്ടാവും. മെഡൂസിൻ്റെ പോലെ അല്ല, ചെറുതായിട്ട് അടിയിൽ നിന്ന് 3-4 പൈനാപ്പിൾ താഴ്ന്ന് വേറെ വരും. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? അടിപൊളി ടേസ്റ്റ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഫംഗസ് ഒക്കെ വന്നിട്ട് കുറച്ച് ഒഴിവാക്കി ഞാൻ. ഡ്രാഗൺ വേറെ സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത്. ഇത് സീഡ്ലെസ് ലെമൺ ആണ്. ഇത് മാംഗോസ്റ്റീൻ. എന്താ കായ വന്നിട്ടുണ്ട്. എന്താ സീസണാണ്. ഇത് നമ്മളെ സീസർ റംബുട്ടാനാണ്. ഇതിന് മേലെ റംബുട്ടാൻ ഇഷ്ടം പോലെ ഉണ്ട് കായ്ച്ചിട്ട്. ഈ കുറച്ച് അങ്ങോട്ട് ബാക്ക് നിന്നേ കാണുള്ളൂ. ഇത് പിന്നെ സീസർ റംബുട്ടാൻ ശരിക്കും എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലേൻ്റെ കോഴിക്കോട് ഈ ഭാഗങ്ങളിൽ ഏറ്റവും ഫസ്റ്റായിട്ട് സീസർ എനിക്കാവും കായ്ച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ജോയ്ക്കുട്ടി ഏട്ടൻ്റെ അടുത്ത് ഫസ്റ്റിൽ നമ്മൾ കൊണ്ടുവരുന്ന തൈകൾ പെട്ടതാണ്. ഇതാണ് പിന്നെ അബിയുവിൻ്റെ ഒരു അബിയു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വലിയൊരു പ്രത്യേകമുള്ള അബിയാണ്. ഇതാണ് നമ്മൾ ഹോം ഗ്രൗണ്ട് ഫസ്റ്റ് ഇറക്കിയ അബിയു. ഈ സമയം വരെ ഇത് കായ്ച്ചിട്ടില്ല. ഇത് ഏകദേശം ഇത് 10 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു അബിയാണിത്. ഇതുവരെ ഈ അബിയു കായ്ച്ചിട്ടില്ല. അതേപോലെ ഇത് അബിയു ഉണ്ടോ വരി അബിയുൻ്റെ ഒരു അബിയുവിന് പറയാനുള്ളൊരു സംഭവമാണ്. ഇതിൽ നമ്മുടെ അടുത്തൊരു ഓൾ സീസണായിട്ട് കായ്ക്കണ ഒരു അബിയാണിത്. ഇതിൻ്റെ തൈകൾ വെച്ചിട്ട് 13 ഓൾ സീസണായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ പച്ച കായ ഉണ്ടായില്ല എവിടെയൊക്കെ ഇല്ലേ? കാണില്ലേ? അതേ മുകളിൽ കിടക്കുന്നുണ്ട് ഇല്ലേ? ഇതാ ഇതൊന്നിതാ കിളിക വന്നു പച്ച എന്താ വേണ്ടോ? ഇപ്പോഴും പച്ചക്കായ. ഈ ഒരു മരത്തിൽ ഏകദേശം എല്ലാ സമയത്തും ഒരബിയോ 2 അബിയോങ്കിലും ഏതെങ്കിലും ഭാഗത്ത് കിടക്കണ്ടാവും. അപ്പോൾ ഇതിന് പൂ വരുന്നതാണ്, പിന്നെ കായ്ക്കണം. ഇതിൻ്റെ തൈ വെച്ചിട്ട് ഇപ്പോൾ ഇതും അതിൻ്റെ കണ്ടീഷൻ. ഇനി കൊണ്ടുപോകുന്ന ആളുകൾക്ക് അതേപോലെ കിട്ടുമെന്നുള്ളത് നമ്മൾ ഉറപ്പ് തരുന്നില്ല. എന്തായാലും ഈ മറ്റുള്ള കൊടുക്കണം അതേ 100 രൂപയ്ക്ക് തന്നെ ഇതിൻ്റെ തൈകളും കൊടുക്കണത്. ഇത് ബ്ലാക്ക് സുർനാമയാണ്. ഇതുണ്ടോ ഇതിൻ്റെ ലോങ്ങിൻ്റെ തൈ ഉണ്ടോ? ഡയമണ്ട് റിവർ ഇത്രയും വലിയ മരം ഉണ്ടോ? ഇത്രയും മുകളിലാണ് ആ പൂവ് കിടക്കുന്നത്. അതാണ് ഗ്രീൻ മട്ടവ. നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ് ഗ്രീൻ മട്ടവ. മട്ടവിയിൽ വലിയ പഴം എന്നുള്ളത് പിന്നെ സോഫ്റ്റ് സ്കിന്നാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജയൻ്റ് പർപ്പിളാണ്. എന്താണ് മാപ്പിരാങ് എന്ന് പറഞ്ഞ ഫ്രൂട്ട്. മാങ്ങയുടെ പോലെ ഒരു ലീഫും സാദൃശ്യമൊക്കെയാണ്, പക്ഷെ മാങ്ങയല്ല. ഇത് കായ്ച്ചിട്ടില്ല, വലിയ മരമായിട്ടുണ്ട്. 7-8 വർഷമാണ് മരമായിട്ടുണ്ട്. പിന്നെ മിൽക്ക് ഫ്രൂട്ട് അങ്ങനെ വരുന്നു. ഇത് സീറ്റ് ലൂവിയാണ്. NR ലോസ് ഗാർഡനിൽ നിന്ന് ഇറങ്ങിയ ഒരു സീറ്റ് ലൂവിയാണ്. പക്ഷെ നമ്മളെ സീറ്റ് ലൂവിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. ചെറിയൊരു പഴമാണ്, കായപ്പെടുത്തി നമ്മുടെ അടുത്തിട്ട് കിട്ടണില്ല. ചെറിയ അതിൻ്റെ 1/3 വലിപ്പമുള്ള ഇതിൻ്റെ പഴത്തിന്. മൂട്ടിപ്പഴം. ഈ മൂട്ടിപ്പഴത്തിൻ്റെ ഫാമിലി പെട്ടെന്ന് രമ്പായി മഫായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിപ്പോൾ ഗ്രാഫ് ചെയ്തോണ്ട് അതൊക്കെ കായ പിടിച്ചോണ്ടോ. ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ഇതാ കണ്ടോ കണ്ടോ
ഇതാ സീറ്റ് മൂട്ടിയല്ലല്ലോ? അല്ല, ഇത് മൂട്ടി മരം അതാണ്. പക്ഷെ അതിന്മേൽ തന്നെ പലതും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നിർത്തിയതാണ്. ഇതിപ്പോൾ ഒരു വലിയൊരു ഗുണമില്ലാത്തൊരു ചാമ്പയായിരുന്നു. അപ്പോൾ അതിന്മേൽ ഞാൻ ഇപ്പോൾ ഒരു 4-5-6 വെറൈറ്റി ചാമ്പകൾ, പുതിയ വെറൈറ്റികൾ കയറ്റി ഒരു മറ്റേതിമ തന്നെ ചെയ്തു. ഇത് സപ്പോർട്ടുകൾ, മഞ്ഞ റംബുട്ടാന്, പിന്നെ തൈകളുണ്ടല്ലോ അല്ലേ? എൻ്റെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ മരം കണ്ടോ? ഏകദേശം 15 അടി 20 അടി ഉണ്ട്. അതിൻ്റെ 12 വർഷം മുതൽ എൻ്റെ ഇവിടെ വീട്ടിൽ മിറാക്കിൾ ഫ്രൂട്ട് കാഴ്ചയുണ്ട്. അന്ന് മിറാക്കിൾ തന്നെ ആയിരുന്നത്, കാരണം അന്ന് എവിടെ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. പിന്നെ തോട്ടത്തിൽ തന്നെ പോയ സമയം ഒരുപാട് അങ്ങോട്ടൊക്കെ ഉണ്ട് മരങ്ങൾ നിൽക്കുന്നത്. ഒരു റംബുട്ടാനിൽ ഇനി ഒരു ചാൻസ് ഉള്ള റംബുട്ടാണ് മോർഗാഡി. ഹോം ഗ്രോൺ ഇറക്കിയതായിരുന്നു. ഇതാ നിറയെ കായ്ക്കുന്നുണ്ട്. നല്ല ചെറിയ തയ്യാ ഇതന്നെ കായ്ക്കാൻ തുടങ്ങി. ഇത് യെല്ലോ ആണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള നല്ലൊരു വെറൈറ്റി. ഇതാണ് ചാമ്പിൻ്റെ പുതിയൊരു വെറൈറ്റി കേട്ടോ. ഇത് ഇതിൻ്റെ ലീഫ് ഉണ്ടോ? എത്ര ഉണ്ട്? ഒരു അടിയിലാറുണ്ട് അല്ലേ ഒരു ലീഫ്. അപ്പം ഇനി അങ്ങോട്ട് വിടാം അല്ലേ? നമ്മൾ തോട്ടത്തിൽ നിന്ന് നമ്മൾ പിന്നെ നഴ്സറിക്ക് വന്നാണ്. അപ്പോൾ ഇതുണ്ടോ, ഇതൊക്കെ പിന്നെ ലോങ്ങിൻ്റെ തൈകളാണ്, പല വെറൈറ്റീസും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ജാർവി റെഡ് പറഞ്ഞ പേരക്ക. ഉണ്ടോ? നല്ലതാണ്. എല്ലാത്തിലും പൂവുണ്ട് കേട്ടോ. പൂ വരുന്നുണ്ട്, എല്ലാത്തിലും പൂ വരുന്നുണ്ട്. ജാർവി റെഡ് ജപ്പാൻ പേരനെക്കാട്ടിയും ഒന്നും കൂടെ ഗുണമുള്ള നല്ല സൈസാണ്. കായ പിടിച്ചുണ്ടോ കേട്ടോ? എന്ത് വിലയുണ്ട് സാധനം? ഇത് 350 രൂപ കൊടുക്കുന്നത്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നാണ്. ജപ്പാനെക്കാട്ടിയും ഒന്നും കൂടെ ഗുണത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇത് ചൈനീസ് വേപ്പാണ്. അതേപോലെ ഇതാണ് ജയൻറ്റ് പർപ്പിൾ എന്ന് പറഞ്ഞ മട്ടോവ. മട്ടോവയിൽ തന്നെ സോഫ്റ്റ് സ്കിന്ന് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഗുണമുള്ളതും മധുരമുള്ളതും നല്ല ഫ്ലഷ് ഉള്ളതുമായ ഒരു വെറൈറ്റിയാണ് ഇത്. ഇതൊക്കെ ജബോട്ടിക്കാവിൻ്റെ കായ്ച്ച മരങ്ങളാണ്, ചെറുത് കണ്ടോ? ഇതൊക്കെ പൂവോ കായുള്ള തൈകളാണ്. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് കായ്ച്ചത് എസ്കാർലറ്റ് അല്ല റെഡ് ഹൈബ്രിഡ് കായ്ച്ചത് 1500 മുതൽ കവറിലുള്ളത് കായലുണ്ട്. പോട്ടിലാണെങ്കിൽ 2000 മുതൽ ജബോട്ടിക്കാവ് കായുള്ളതുണ്ട്. വലിയ പ്ലാന്റ്സുകൾ വേണമെങ്കിൽ അത് ഒരു 5000 മുതൽ 10,000 വരെയുള്ള വലിയ വലിയ പ്ലാന്റുകൾ വേറെയുണ്ട്. ഇനിയിപ്പോൾ അതാ വലിയ ബട്ടർ വേണമെങ്കിൽ അവർക്ക് ആളുകൾക്ക് നല്ല വലിയ ബട്ടറിൻ്റെ തൈകളുണ്ട്. ഇത് ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ അതെ കായ്ക്കും. വലിയ തൈകൾ ഇതാ. ഇത് കായത്തിൻ്റെ ചെടിയാണ്, കായം. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോവാം. ഇവിടെയൊക്കെ ഉണ്ട് സംഭവങ്ങൾ, എല്ലാം കൂടെ എത്തൂല. ഇതാണ് പിന്നെ ഹാൻഡ് പുൾ പൈനാപ്പിൾ. നമ്മൾ മുകളത്ത് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ സൈഡിലെ മുള്ളില്ലേ ചെത്തണ, അത് മൊത്തം ചക്കൻ്റെ ചുള പറിക്കണ പോലെ പറിച്ച് കഴിക്കാൻ പറ്റണേ. ഇതാകുമ്പോൾ ഇതൊരു പൈനാപ്പിൾ ഉണ്ട്, വെരിഗേറ്റഡ് കണ്ടോ? എന്താ ഇത് വെരിഗേറ്റഡ് ആയിട്ട് കായ്ക്കണതാണ്. ഇതാണ് നമ്മൾ ചൈനീസ് വേപ്പ്, കറി വേപ്പ് കണ്ടോ? അടിപൊളി. അതിൻ്റെ ലീഫും അതിൻ്റെ ചെറിയ ലീഫും ഇത് ഒരുപാട് ഓർണമെൻ്റലായിട്ടും വെക്കാം. നല്ല വീട്ടിലാവശ്യത്തിന് ഉപയോഗിക്കാനും പറ്റുന്ന നല്ലൊരു വേപ്പ് തൈയാണിത്. പിന്നെ ഇത് സീസർ റംബുട്ടാനാണ്. വലിയ റംബുട്ടാൻ 500 രൂപൻ്റെ വരുന്ന വലിയ സീസർ റംബുട്ടാൻ്റെ മരങ്ങളാണ്. ഇത് ആറ്റുവീറ്റിൻ്റെ വലിയ വലിയ മരങ്ങൾ. ഇതാ ഇപ്പോൾ മിറാക്കിൾ ഫുഡ് ഇപ്പോൾ വലിയ ഇതല്ലെങ്കിലും ഇതൊക്കെ ഇപ്പോൾ നമ്മൾ നല്ല കായ പിടിച്ച വലിയ തൈകൾ 300 രൂപ കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ കംബോഡിയൻ ഗ്രേപ്സ് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ കുറച്ചായി വെച്ചിട്ട് ഇപ്പോൾ കായ്ക്കാനായിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. കാര്യമില്ല, അതൊരു ശരിക്കൊരു വൈൽഡാണെന്നാണ് പറയണത്. എല്ലാവരും ചൊറി പിടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ലോങ്ങിൻ്റെ തൈകൾ ഇഷ്ടംപോലെ ഉണ്ട്. മാവിൻ്റെ പല വെറൈറ്റികളുണ്ട്, ലോങ്ങിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. വലിയ ലോങ്ങിന് വേണമെങ്കിൽ അതുണ്ട്. അത് ഒരുപാടുണ്ട് ഇവിടെ, ആയിരക്കണക്കിന് തൈകൾ പോലെ ലോങ്ങിൻ്റെ ഇതുണ്ട്. ഇത് ജബോട്ടിക്കാവിൽ തന്നെ കാമ്പുക്ക എന്ന് പറഞ്ഞ വെറൈറ്റി മണ്ണിൽ വെച്ചാണ്. ജബോട്ടിക്കാവിൽ ഏറ്റവും വലിയ പഴം ഉണ്ടാവണതാണ് ഇത്. പക്ഷെ ഇത് എന്ന് കായ്ക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ ഇവിടെ ക്യാൻഡിൽ ഫ്രൂട്ട് പറഞ്ഞ ഫ്രൂട്ട് ഉണ്ട്. ഇതിപ്പോൾ കായ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചെറിയ കായ് വന്നിട്ടുണ്ട്. പൂ കേടാ ക്യാൻഡിൽ ഫ്രൂട്ട്. ഇത് മെഴുകുതിരി പോലെയാണ് ഇതിൻ്റെ പഴം വരുന്നത് നീളത്തിൽ. ഒരു കരിമ്പൊക്കെ അടിച്ച് കഴിക്കണ പോലെ കഴിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ പൂവുണ്ടോ? അതാ അപ്പോൾ അങ്ങനെയുണ്ട്. ഇതാ പിന്നെ സീഡ്ലെസ്, പിന്നെ ലോങ്ങൻ വെറൈറ്റികൾ. ഇത് ഫിംഗർ ലെമൺ എല്ലാവരും ചോദിക്കാറുണ്ട്. ഫിംഗർ ലെമണിലൊക്കെ ഞാൻ പലതിലും കണ്ടിട്ട് 700-800 രൂപയാണ് പറയുന്നത്. ഫിംഗർ ലെമൺ വെറും 250 രൂപക്കാണ് കൊടുക്കുന്നത്. ഇത് ബ്ലാക്ക് സുറിനാം ചെറി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താണ്. നല്ല ടേസ്റ്റാണ്. ഈ സുറിനാം ചെറിയിൽ ബ്ലാക്ക് അല്ലാതെ ഒന്നും വെക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. പിന്നെ ദിൽ ഡാർക്ക് എല്ലാവരും വെക്കുന്നുണ്ട്, പക്ഷേ അതിനെക്കാട്ടും ഒന്നും കൂടെ നല്ലത് ബെറ്റർ ഡാർക്കാണ്, അല്ല ബ്ലാക്കാണ്. ഇതാണ് സീഡ്ലെസ് വെരിഗേറ്റഡ് ലെമൺ സീഡ്ലെസ്. ഇതിൻ്റെയൊക്കെ തൈകളുണ്ട്, 100 രൂപൻ്റെ തൈകളാണിത്. പിന്നെ കാമ്പുക്ക, അലാട്ടച്ചെറി 50 രൂപൻ്റെ അലാട്ടച്ചെറികൾ ഇതാ. പിന്നെ മാവിൻ്റെ ഏതാണ് ഈ ഇരിക്കുന്നത്? മാവിൻ്റെ ഇതിപ്പോൾ നമ്മളെ കസ്തൂരി എന്ന് പറഞ്ഞ മാങ്ങ, ബ്ലാക്ക് മാംഗോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കൽക്കട്ടൊക്കെ കായ് വരുന്നുണ്ട്, പക്ഷെ നമ്മളിവിടെ ഇതുവരെ ആരും കായ്ച്ചതായിട്ടില്ല. എന്തായാലും ഇത് കായ്ക്കുമെന്ന് പറഞ്ഞ് വന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ തൈകളുണ്ട്.
ഇതിൻ്റെ തൈകളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വീട്ടിന് മുന്നിൽ ഓർണമെൻ്റ് ആക്കി വെക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ബ്രാഞ്ചസ് പുതിയ ലീഫ് വരുന്നൊക്കെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ തൈകൾ നമ്മൾ 150 രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 150 രൂപക്ക്. ഇതിൻ്റെ ഉള്ളിലിരിക്കണ മാങ്ങളാ ഇതിൽ ഒരുപാട് മാങ്ങകളുണ്ട്. കേസറുണ്ട്, പിന്നെ അമേരിക്കൻ റെഡ് പൾമർ ഉണ്ട്, ബനാന ഉണ്ട്, എല്ലാം വലിയ വലിയ പ്ലാന്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൽ പലതും എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചാണ്. പിന്നെ ഇതാണ് റംബൂട്ടാൻ, എന്താ കായോട് കൂടിയിട്ടുണ്ടാ, കായ ഉണ്ടോ, എന്താ ഇതാ വലിയ പ്ലാന്റ് കേട്ടോ. അത് ചെറുതൊന്നുമില്ല, 1800 രൂപ കൊടുക്കുന്ന പ്ലാന്റുകളാണിത്, വലിയ കായുള്ള വെറൈറ്റി. ഇത് NIT ആണ്. പിന്നെ റോങ് ഗ്രീൻ ഉണ്ട് ആ സൈസ് ഉള്ളത്. പിന്നെ ബാവുകൾ ഇതാ, അതായത് ഗ്രോമിച്ചാന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്, ഫ്രൂട്ടാണ്. ഇത് കായ്ച്ചിട്ടുണ്ട്, ഇപ്പോൾ പൂവിൽ പഴമില്ല. പിന്നെ ഇത് ചാമിലിയാങ്, അക്കായ് ബെറി, പിന്നെ അബ്യൂൻ. അതാണ് അബ്യൂവിൻ്റെ തൈകൾ കണ്ടില്ലേ, ഇതൊക്കെ നമ്മളിവിടെ തന്നെ സീഡ് മുളപ്പിച്ചുണ്ടാക്കിയ തൈകളാണ്. അബ്യൂവിൻ്റെ തൈകളൊക്കെ 100 രൂപക്കാണ് ഈ തൈകൾ കൊടുക്കുന്നത്. പിന്നെ ഇവിടുന്ന് വന്ന ഇത് റെഡ് നെല്ലിയാണ്, 250 രൂപേൻ്റെ റെഡ് നെല്ലിയാണ്. ഇതാണ് കാലാപ്പാട്ടിൻ്റെ നല്ല അടിപൊളി തൈകൾ, കണ്ടോ, അടിപൊളി തൈകൾ കേട്ടോ. ബഡ് തൈയാണ്, 250 രൂപ കേട്ടോ. അത് 250 രൂപ. പിന്നെ ഇതാ ജബോട്ടിക്കാവ്, ഇതാണ് നമ്മൾ കായ്ച്ചത്. ഇതുണ്ടോ, എന്താണ് ഈ കായുള്ളതൊക്കെ ആളുകൾ എടുത്ത് പോയതുണ്ടോ, പൂ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് 2000, 2200, 2000 അങ്ങനെ റേഞ്ചിലാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കായുള്ള ജബോട്ടിക്കാവയാണ് പറയണത്. പിന്നെ മാവുകൾ, വലിയ വലിയ മാവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ബാരി 2 എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്. ഇത് കായുള്ള മാങ്ങയാണ്. ഇതൊക്കെ ഒരു 900 രൂപയൊക്കെ വരുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് പ്ലാവും മാവൊക്കെ തന്നെയാണല്ലേ? അതേതാ പ്ലാവ് ഇരിക്കണത്? ഏതാ ഇതൊക്കെ വിയറ്റ്നാം മെർലി. കണ്ടോ, അടിപൊളി തൈകളാണ്. കണ്ടോ, അത്രയും സൈസുള്ള ഈ തൈകൾക്ക് വെറും 300 രൂപയാണ് വില. ഇതാണ് ഷോഗൺ എന്ന് പറഞ്ഞ വെറൈറ്റി, അതായത് ഡബിൾ ലോങ്ങിൻ്റെ ഒക്കെ വേറെ വെറൈറ്റി ലോങ്ങനാണ്. ഇതൊക്കെ 450 രൂപ കൊടുക്കുന്ന തൈകളാണ്. ഇത് കോട്ടർക്കോണാണ്, ചെറിയ കവറിൽ. ഇത് 450 രൂപേൻ്റെ തൈയാണ്. അതുകൊണ്ട് അമ്പാഴത്തിൻ്റെ തൈകളൊക്കെ ആണെങ്കിൽ വലുതുണ്ട്, ചെറുതുണ്ട്. ഇതൊക്കെ വലിയ തൈകളാണ്, കടവണ്ണുള്ള വലിയ തൈകളാണ്. ചെറുത് 300 രൂപേൻ്റെ തൈകളുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ കാട്ടിമോനാണ് കേട്ടോ. ഇതുണ്ടോ, പൂവോട് കൂടിയുള്ള തൈകളുണ്ടോ, ഉണ്ടോ, കണ്ടില്ലേ? ഇങ്ങനത്തെ പൂവോട് കൂടിയുള്ള തൈ നമ്മൾ 350 രൂപ കൊടുക്കുന്ന തൈകളാണ്. 450 തൈകളുണ്ട്. ഇത് 350 രൂപേൻ്റെ തൈയാണ്. കണ്ടോ, എല്ലാത്തിലും പൂവുണ്ട്, കണ്ടോ, കണ്ടോ, എല്ലാ മായിലും പൂവുണ്ട്. ഇത് റെയിൻ ഫോറസ്റ്റിൻ്റെ വലിയ പ്ലാന്റുകളാണ്. 1200 വരുന്ന റെയിൻ ഫോറസ്റ്റ് ചെറിയ പ്ലാന്റ് 200 രൂപ മുതലുണ്ട്. പിന്നെ ഇത് സിന്ദൂരം ചെറിയ തൈകളാണ്, 250 രൂപൻ്റെ ഒക്കെ തൈകളാണ്. പിന്നെ RTUT 650 രൂപേൻ്റെ RTUT വലുത് 600 രൂപ. ഇതാണ് മോർഗാർഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നല്ല വെറൈറ്റി ഒരു റംബുട്ടാനാണിത്. എവിടെയും നല്ല വെറൈറ്റി. ഹോം ഗ്രോൺ ഇറക്കില്ല, എനിക്ക് തന്നെ തോന്നുന്നു ഏറ്റവും ടോപ്പ് റംബുട്ടാൻ. അവരും പറക്കണില്ല, എന്തായാലും സംഭവം എന്ന് അറിയില്ല. എന്തായാലും തൈകൾ ഇവിടെ ഉണ്ട്. ഇത് നാം ഡോക്യുമെന്റ് സിമോങ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയാണ്, റെഡ് വരുന്നത്. നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത്, നമ്മൾ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയണം. ഓങ്സ്യാങ് ഉണ്ട്. ഇതാണ് നാം ഡോക്യുമെന്റ്. ഇത് ഇന്ത്യൻ മുസംബിയാണ്. ഇതൊക്കെ 450 രൂപേൻ്റെ തൈകളാണ്, നല്ല തൈകൾ. പിന്നെ ഇത് തായ് ജംബോ സപ്പോർട്ടൻ, തായ് കിഞ്ഞാവലാണ്. ഇത് ഇസ്രായേൽ ഓറഞ്ചാണ്, 250 രൂപേൻ്റെ ഫുൾ കായോട് കൂടിയുള്ള പ്ലാന്റുകൾ. ഇത് സ്ട്രോബെറി പേരല്ലോ, 200 രൂപേൻ്റെ തൈകളാണ്, പെട്ടെന്ന് കായ്ക്കും. കാഴ്ച മരങ്ങളുണ്ട്. സബാറ കാഴ്ച മരങ്ങളാണ്, അതൊക്കെ വലിയ വലിയ പ്ലാന്റുകൾ. ഇതാ ചൈനീസ് വേപ്പ്. ഇത് പ്ലാവ് വിയറ്റ്നാമിൽ ചക്കോട് കൂടിയുള്ള പ്ലാന്റ്. ചക്കപ്പര 1000 രൂപ കൊടുക്കുന്ന പ്ലാന്റ്. ഇതാണ് മെഡൂസ പൈനാപ്പിൾ, 100 രൂപേൻ്റെ. ഇത് റെഡ് പേരക്ക 200 രൂപയാണ് കേട്ടോ. ബുഷ് ഓറഞ്ച് നല്ല വെറൈറ്റി, നല്ല കായപ്പിടുത്തുള്ള നല്ല വെറൈറ്റിയാണ്. ഇത് മറ്റേ പുളിയിലാണ്, പക്ഷെ നല്ല കായപ്പിടുത്തുള്ള വെറൈറ്റിയാണ്. ഇത് 200 രൂപേൻ്റെ തൈകളാണ്. ഇത് 100 രൂപേൻ്റെ തൈകൾ. 100 രൂപേൻ്റെ തൈലും വേണ്ട, നിറയെ കായുണ്ട്. ഇതായത് തന്നെ വെറിഗേറ്റഡ് ആണ്. ഇത് 100 രൂപയാണ് വെറിഗേറ്റഡ്. ഇത് വിയറ്റ്നാം മാൾട്ട, നല്ല തൈകൾ, 500 രൂപേൻ്റെ വലിയ തൈകളാണ്. ഇതുണ്ടോ ലോങ്ങിൻ്റെ, ഇത് റൂബി ലോങ്ങനാണ്. ഇതൊക്കെ വേണ്ട, അത്രയും വലുപ്പമുള്ള സൈസുള്ള ഉണ്ടോ, അടിപൊളി ബുഷ് തൈകളാണ്. ഇതൊക്കെ നമ്മൾ 1500 രൂപ കൊടുക്കുന്നു കേട്ടോ. ഇത്രയും നല്ല വലിയ ബുഷായുള്ള കായ പിടിച്ച തൈകളാണ് ഈ പറഞ്ഞത്. അതായത് റൂബി ഇതൊക്കെ കായ പിടിച്ചാണ്. ഇതാണ് എഡോസ്റ്റാർ എന്ന് പറഞ്ഞ
വെറൈറ്റി കണ്ടോ, ഇതൊക്കെ കായ പിടിച്ച തൈകളാണ് കണ്ടോ. ഇത് കുറച്ച് വില വരുന്നത് 2000 രൂപ വില വരുന്നുണ്ട്. പിന്നെ ഇതങ്ങനെ പിംപോങ് എന്താ 4 കായുള്ളത്, ഇതൊക്കെ 800 രൂപ കൊടുക്കണം. ഇത് വൈറ്റ് ലോങ് എന്താ വലിയ തൈകൾ പൂവും കായുള്ളത് 1500 രൂപ, 1000 രൂപ, 800 രൂപക്കൊക്കെ ഇതാ പൂവുള്ളത് കൊടുക്കണത്. ഇത് നമ്മൾ അവിടെ കണ്ട ഏതാണ് നാരകം? അതെ അതെ, ഇത് തായ്ലാൻഡ് മാർക്കറ്റിൽ നമ്മളെന്ന് പറയണ ഇത് നാംഡോക്കും. അതിൻ്റെ വലിയ മരം കണ്ട ഇത് നിറയെ കായുണ്ടല്ലോ അല്ലേ? ഇത് ഗോൾഡ് ആണത്? ഇതല്ല, ഗോൾഡ് അല്ല, ഗ്രീനാണ്. ഗ്രീനും ഗോൾഡും നമുക്കൊന്ന് ഞാൻ മനസ്സിലാക്കി തരാം, കാരണം രണ്ടും ഇവിടെ കാഴ്ച നിൽക്കുന്നുണ്ട്. ഇതേതാ ഓറഞ്ച്? ഇതാണ് വിയറ്റ്നാം മാൾട്ട. ആ വിയറ്റ്നാം മാൾട്ട ആണല്ലേ? എന്താ ഇങ്ങനെ നീളത്തിൽ? ഇതിങ്ങനെ തന്നെ, ഇതിങ്ങനെ വരും, അങ്ങനെ തന്നെ വരും. പിന്നെ ഷേജ് മാറി മാറി വരും. അല്ലല്ല, ഇത് വിയറ്റ്നാം മാൾട്ടാണ്. ഇതിപ്പോൾ പേര് എഴുതിക്കണതാണ്, പക്ഷെ അതല്ല, ഇത് വിയറ്റ്നാം മാൾട്ടാണ്. നല്ല തൈകളുണ്ട്. വിയറ്റ്നാം മാൾട്ടൊക്കെ വലിയ തൈകളുണ്ടോ, ഇതുകൊണ്ടോ വലിയ വലിയ തൈകൾ. എത്ര ഉണ്ട് കായുണ്ടോ? കുറേ കായുണ്ട് കണ്ടോ, ഇഷ്ടംപോലെ തൈകളുണ്ട്. ഇതാണ് ക്യൂജായ് എന്ന് പറഞ്ഞ മാവ് കണ്ടോ, ക്യൂജായ് നല്ല വലിപ്പം വരും. ഇതിൻ്റെയൊക്കെ തയ്യ് നല്ല തൈ ഉണ്ടോ, അത്ര ഇൻ്റെ ഹൈറ്റിലുണ്ട്. 450 രൂപ കൊടുക്കുന്നുണ്ട്. എത്ര വേണമെങ്കിൽ തൈകളുണ്ട്. ക്യൂജായ് 2 വർഷം കൊണ്ട് കായ്ക്കും. ക്യൂജാൻ്റെ തൈകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, ഒരു 10-100 തൈകൾ വേണമെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. പഴങ്ങൾ പറിക്കരുത്. ഇതൊക്കെ നാംഡോക്കുമായി ഗ്രീന്. ആ, പക്ഷെ ഇപ്പം എന്താ പറയുക, നമ്മൾ കാണുന്ന നേഴ്സറി വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും നാംഡോക്കുമായി ഇത് ഏതാ ചോദിക്കുമ്പോൾ ഗോൾഡ് 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 കണ്ടാൽ കൊടുക്കണം. പക്ഷേ പിന്നെ അപ്പോൾ ഒരു ഗോൾഡ് ഗ്രീനായിട്ട് കായ്ക്കുമ്പോൾ പറയും കവർ ഇട്ടാലാണ് ഗോൾഡ് ആവുമെന്ന് പറയും. പക്ഷേ ഇവിടെ ഞാൻ ശരിക്കും തെളിയിച്ച് തരാം, ഗോൾഡ് ഏതാണ് ഗ്രീൻ ഏതാണ് ഞാൻ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതേതാ ഈ പൂത്തുക്കണേടി? അത് പൂച്ചപ്പഴം എന്ന് പറയും. ഫ്രൂട്ട്. പിന്നെ ഇത് കാലാപ്പടി ഉണ്ടോ, അടിപൊളി തൈകൾ. ആ അടുത്ത കാഴ്ച മരങ്ങളാണിത്. ഈ സൈസ് മരങ്ങളൊക്കെ നമ്മൾ 1000 രൂപ കൊടുക്കണത്. ഇതിൻ്റെതാ കാലാപ്പടിനുണ്ടോ, നല്ല തൈകൾ, അടിപൊളി തൈകളുണ്ടോ. ഇത്രയും സൈസുള്ള നല്ലതുണ്ടോ, ബുഷ് തൈകളുണ്ടോ. ഇത് നമ്മൾ കൊടുക്കുന്നത് 400 രൂപക്കാണ്. ഇത് ഗോൾഡാണ്? അല്ലല്ല, ഇത് ഗോൾഡ് അല്ല, ഇത് ചിത്രമൊക്കെ ഗോൾഡാണ്. പക്ഷെ ഇതൊന്നും നമ്മളിത് പുറത്തുനിന്ന് എടുക്കണതാണ്. ഇത് നാംഡോക്കുമായി ഗോൾഡ് അല്ല, ഇതിമോ ഗോൾഡ് എന്ന് എഴുതിക്കണേ. അപ്പോൾ ഈ എഴുത്ത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ആരും ഗോൾഡ് വാങ്ങരുത്. കാരണം ഗോൾഡ് ഉറപ്പ് 100% ഉറപ്പ് തരുന്നിടത്ത് മാത്രം വാങ്ങുക. നമ്മൾ പറഞ്ഞ് കറക്റ്റ് ചെയ്തിട്ട് മാത്രമാണ് ഇത് കൊടുക്കുന്നുള്ളൂ. ഇതാണ് കോശേരി മാങ്ങ കണ്ടോ, കോശേരി 6 മാസമാണ് അതിന് മൂപ്പ്. അത് പോട്ടെ, അവിടെയൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ അതൊക്കെ ഉണ്ട്, അതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചെമ്പടാക്ക്, ഇതിപ്പോൾ ചെറിയ ആൺചാക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അടുത്ത വർഷം കായ്ക്കൊന്ന് പ്രതീക്ഷിക്കണം. ഇത് ഡബിൾ ലോങ്ങിനാണ്. ഇതാക്കണു സൂപ്പർ ക്യൂന് മാവുക. അതും പൊട്ടി. അത് നോക്കണ്ട, എന്താ ഇതാണ് പഴുത്തക്കണ്, പിന്നെ ഇങ്ങനെ പൊട്ടാണ്ടിരിക്കും. സൂപ്പർ ക്യൂൻ 100% മാറൂല. ഇതാണ് ഇനി അടുത്തത്. ഇത് വീട്ടിൽ കൊണ്ട് നമുക്ക് കാണിക്കാൻ. എന്താ ഇത് ജയൻ്റ് ഐവറി പറഞ്ഞ വന്നാണ്. പക്ഷെ ഇത് പല ഷേപ്പിൽ ഇതിന് മറ്റേ ഇടയ്ക്കുള്ള മാങ്ങ പറിച്ചത് വലിയ നീളമുള്ള വലിയ മാങ്ങയായിരുന്നു. ഇത് നീളം കുറവാണ്. ഇതാണ് 4 സീസൺ ലോങ്ങൻ. അതും കായല്ല. അതാ 4 സീസൺ. ഈ വൈറ്റ് ലോങ്ങനാണ് 4 സീസൺ ആണോ നല്ലത്? വൈറ്റിൽ എല്ലാം വേറെ വേറെ ഓരോ ഗുണങ്ങളാണ് നമ്മൾ പറയാൻ പറ്റുക. 4 സീസണാണ് ഭയങ്കര എന്താ വെച്ചാൽ, അല്ല ഇതും സൈസ് വരുന്നുണ്ട്. പക്ഷേ ഇത് എന്താ, ഇത് കുറച്ച് വെയിൽ കുറവുള്ള സ്ഥലത്താണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 4 പ്രാവശ്യമായിട്ട് കായ്ക്കും എന്നാണ് പറയുന്നത്. പക്ഷേ 2 പ്രാവശ്യം എന്തായാലും ഇവിടെ കായ്ക്കുന്നുണ്ട്. ഇതാ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ അങ്ങോട്ട് കുറച്ചൊന്നും കൂടി ആദ്യം കാണിക്കാത്തതാണ്. എന്താണ് പിംപോങ് എന്നാണ് പറയുക. പിംപോങ്ങിലോ അങ്ങനെടാ. ഇത് ക്രീപ്പർ എന്നും പറയുന്നുണ്ട്. പിംപോങ് 2 ക്രീപ്പറായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ഞാൻ കാണില്ല. എന്തായാലും ഇതാണ്, അതൊക്കെ പൂത്തുണ്ട്. അതാണ് ലോങ്ങൻ നല്ലൊരു നമ്മുടെ നാട്ടിലേക്ക് പറ്റിയൊരു വെറൈറ്റി ഫ്രൂട്ടാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. എല്ലാ വെറൈറ്റീസും കായ്ക്കുന്നുണ്ട്. അതിൽ ബ്ലാക്ക് ലീഫിനും അതേപോലെ എഡോക്കും മാത്രമാണ് കായ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതും കായ്പ്പിക്കാൻ കഴിയും മരുന്നൊക്കെ കൊടുത്തിട്ട്. അത് വൈറ്റ് ചാമ്പ, വൈറ്റ്. ഇതാണ് ഗോൾഡൻ ഐറ്റ് എന്ന് പറഞ്ഞ പേരക്ക. ഇതുണ്ടോ, ഇത് കവറിലൊന്ന് കായ്ച്ചാണ്, സൈസ് അത്രേ വരുന്നുള്ളൂ. ഇതാണ് ഈ ആസാം ലെമൺ എന്ന് പറയുന്നത്. കണ്ടോ ഇതിൻ്റെ നീളത്തിലാണ് ഇതിൻ്റെ നാരങ്ങ വരിക. നല്ല സൈസ് വരും. അരക്കിൽ 700-800 ഗ്രാം വരെ ഒരു നാരങ്ങ വരും. ഈ പേരൊക്കെ തന്നെയാണോ? അതെ, ഗോൾഡൻ ഐറ്റ്. ഉമ്മർചാമ്പ് ഉണ്ട് ഇവിടെ. ഉമ്മർചാമ്പിൻ്റെ തൈകളാണിത്. എന്താ ഇതൊക്കെ ഉമ്മർചാമ്പിൻ്റെ തൈകളാണ്. 250 രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത്.
പിന്നെ സലാക്ക് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് അതാണ് ഇതിൻ്റെ തൈകളാണ്. ഇതിൽ ഗുലാബാസ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സലാക്കൊക്കെ പിന്നെ ഈ മുള്ള് കൂടുതലാണ്, എന്തായാലും പഴം ടേസ്റ്റുള്ള പഴമാണ്. അപ്പോൾ ഇതൊക്കെ ബാലി ചാമ്പകളാണ്, വലിയ ചാമ്പകളാണ്. അതിൽ ഗ്രീൻ ഉണ്ട്, ഇത് ഗ്രീൻ ആയിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ താഴെ കണ്ട കായ് വീണെടുക്കുന്നത് അതായത് പച്ച കളർ. ആ പച്ച കളർ. പിന്നെ ഇതൊക്കെ സിന്ദൂരം മാങ്ങൻ്റെ വലിയ പ്ലാന്റുകളാട്ടോ, വലിയ പ്ലാന്റുകളാണ്. ഇതൊക്കെ 800 രൂപക്കാണ് ഇത്രയും വലിയ പ്ലാന്റുകൾ കൊടുക്കുന്നത് കേട്ടോ, സിന്ദൂരം. പിന്നെ അതങ്ങനെ ബെങ്ങനപ്പള്ളി ഉണ്ട്, പ്രിയൂർ വലുതുണ്ട്, വലിയ പ്ലാന്റുകളുണ്ട്. 900, 800 റേഞ്ചിലെ വലിയ പ്ലാന്റുകളാണ്. പിന്നെ ഉണ്ടത് മേമി സപ്പോർട്ടാണിത്. എന്താ മേമിയൊക്കെ ഇതാ പൂത്ത് വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ പൂവ് വരുന്നതാണ്. ഇതാ കായൊക്കെ അവിടെ പിടിച്ച് വരുന്നുണ്ട്, ചെറിയ കായായിട്ടുള്ളൂ. ഇതുണ്ടോ, ഇതൊക്കെ കർപ്പൂരം അല്ല മറ്റേത് പിന്നെ ചന്ദ്രക്കാര മാവാണ്, വലിയ പ്ലാന്റുകളാണ്. ഇതുണ്ടോ സ്കൂൾ ബോയിൻ്റെ വലിയ പ്ലാന്റുകൾ. എന്താ റംബൂട്ടാൻ അല്ലേ? ആ വലിയ പ്ലാന്റുകൾ 350 രൂപ ഉണ്ട്, അത്രയും വലിയ പ്ലാന്റുകൾ സ്കൂൾ ബോയ്. ഇവിടെ അത്തിപ്പഴം ഉണ്ടല്ലോ. ഇതൊക്കെ വിയറ്റ്നാം മാൾട്ട എന്ന് പറഞ്ഞ നാരങ്ങ ഐറ്റംസാണ്, ഓറഞ്ച് മുസമ്പി ഐറ്റംസ്. അത്തിപ്പഴമാണിത്. അതാ ഉള്ളി കൂടെ വരാം. ഇത് വലിയ ജപ്പോട്ടിക്ക് അവിടെ കൊടുക്കാനുള്ള വലിയ തൈകളല്ലേ, വലിയ പ്ലാന്റുകൾ. ഇതൊക്കെ ഒരു ഉദ്ദേശം എത്ര വരുന്നുണ്ട് റേറ്റ്? ഇത് കണ്ടോ ഇത്രയും വലിപ്പമുള്ള ഇതുണ്ടോ, ഇതുണ്ടോ, ഇതിപ്പോൾ എത്ര ഉണ്ട്? 8 അടി. ഇതത് ഫുള്ള് കായുണ്ടോ, അല്ല പാവമല്ല, പൂവാണ്. ഇതാ കണ്ടോളി, വീഡിയോ ചെയ്തോളി. ഇതുണ്ടോ, ഇതെല്ലാം പൂവാണ് കേട്ടോ. ഇത് പറഞ്ഞാൽ ശരിക്കും ഒരു 5 വർഷം 6 വർഷം വരാം. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഇതുവരെ ഒരു 2-4 മാസം മുന്നേ വരെ കൊടുത്തതിന് 8000, 10000 ആ റേഞ്ചിലാണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഇത്രയും വലിയ പ്ലാന്റ് നമ്മൾ 6000 രൂപക്കാണ് ഇനി കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു 10-25ഓളം പ്ലാന്റുകൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ വലുപ്പത്തിലുള്ളതുണ്ട്. എല്ലാം 6000 രൂപ കൊടുക്കും. ഇപ്പോൾ വന്നാൽ എല്ലാവർക്കും കിട്ടും. പിന്നെ കഴിഞ്ഞാൽ പിന്നെ വിലയുടെ ആണ് ഉണ്ടാവുള്ളൂ. പിന്നെ 2000 മുതൽ ഇവിടെ കാഴ്ച ജപ്പോട്ടിക്കാവുണ്ട്. ഇതിലൊരുപാടുണ്ട്, വലിയതുണ്ട്, വലിയ പ്രായമുള്ളതാ. ഇതൊക്കെ ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇതാ കണ്ടോ, ഇതിനൊക്കെ ലീഫ് തന്നെ കണ്ടോ, കണ്ടോ പച്ച കളർ. ഇത് പഴുക്കുമ്പോഴും പച്ചാവും. ഞാൻ കാണിക്കാം, നല്ല മധുരമാണ് ഇത് കേട്ടോ സംഭവം. സോറി മാറി, ഇതപ്പുറത്ത് ഇത് ഇതേപോലെയാണ് കളർ വരിക. അതേപോലെ അപ്പുറത്തുണ്ട്. ഇതൊക്കെ അതേപോലെ തന്നെ. ഇതിലിവിടെ ഇങ്ങോട്ട് വന്നാലും അതാ കാണിക്കാം. അതാ ഇതാണ് എസാൽക്ക് എന്ന് പറഞ്ഞ വെറൈറ്റി. എന്തുണ്ടോ അതും പച്ച കളർ. അല്ല ഇത് പച്ചല്ല, ഇത് പഴുക്കുമ്പോൾ കളർ മാറും. പച്ചയായിട്ടുള്ള വരുന്ന അതാണ് കേട്ടോ. ഇതാണ് ഗ്രീൻ ക്രിസ്റ്റലാണ്ടോ, നിറയെ കാഴ്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലിയ വലിയ 10 വർഷമായ മരങ്ങളൊക്കെ ഉണ്ട്. 10,000 രൂപേൻ്റെ വരെ മരങ്ങൾ ഇവിടെ ഉണ്ട്, വലിയത് വേണ്ട അവർക്ക്. ഇതാണ് ഫിംഗർ ലെമൺ അല്ലേ? ഫിംഗർ ലെമൺ. ഇത് ആസാം ലെമൺ എന്ന് പറയുന്നതാണോ? അല്ല, ഫിംഗർ ലെമൺ. അപ്പോൾ ഇത് ലില്ലി പില്ലി എന്ന് പറഞ്ഞ സാധനമാണ്. പിന്നെ അതേമാതിരി ഇത് പ്ലാന്റ്സുകളാണ്. ഇതാണ് സ്വീറ്റ് പിന്നെ മീട്ട ലെമൺ എന്ന് പറയുന്നത്, അതായത് മധുരമുള്ള ചെറുനാരങ്ങ. ഇത് ബുഷ് ഓറഞ്ച് വെരിഗേറ്റഡ് 350 രൂപ ഉണ്ട്. ഇതാണ്ടോ റോളീനെ നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്താട്ടോ, നല്ല വെറൈറ്റി ആണ്ടോ. എല്ലാത്തിലും പൂവ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. എന്താ നമ്മൾ നോക്കി വീടെടുത്ത് നോക്കി, എല്ലാത്തിലും പൂവുണ്ട്. ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കണതാണ്. 300 രൂപയാണ് തൈ കൊടുക്കുന്നത്. സീഡ്ലിങ് 50 രൂപ മുതൽ റോളീനയുടെ തൈകൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ മാവുകൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്യണതാണ്. ബനാന ഒക്കെ നമ്മളിവിടെ ചെയ്തുണ്ടാക്കുന്ന തൈകളാണ്. ഇതൊക്കെ 150 രൂപയ്ക്കാണ് ബനാന മാംഗോ ഒക്കെ കൊടുക്കുന്നത്. അതെ, ഏതാണ് അത്തിയത്? അത്തി എല്ലാം അത്തിയുണ്ട്. ഒരു 10 നെറ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും. 15ഓളം വെറൈറ്റി അത്തികളുണ്ട്. ഇവിടെ ഇതൊക്കെ കായ് കഴിഞ്ഞു, ഇനിയിപ്പോൾ പുതിയതുണ്ടായിട്ട് മറ്റേ ഇതിലെങ്ങനെയല്ല കായ ഉണ്ടാവും. മൊത്തം തടിയിൽ മൊത്തം കായിട്ട് കിടക്കുക. അറേബ്യൻ വെറൈറ്റി ആണല്ലോ. ഒരുപാടുണ്ട്, ഒരു 10ഓളം വെറൈറ്റി അത്തികളുണ്ട് ഇവിടെ. അത് നിങ്ങൾ തന്നെ ചെയ്യണം അല്ലേ? അതെ, ഇവിടെ തൈകൾ ഉണ്ടാക്കണം. ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ, റീറ്റെയിലായിട്ടും വെറൈറ്റികൾ. ഇതൊക്കെ അത്തികൾ ഓരോ വെറൈറ്റികളാണ്. അപ്പോൾ തീർന്നാണ്. ഇപ്പോൾ എറണാകുളം ഒരു 150 പീസ് എറണാകുളത്തേക്ക് കയറി പോയി ഇവിടുന്ന്. അപ്പോൾ അങ്ങനെ ഇതാണ് സോഫ്റ്റ് സ്കിൻ മട്ടവ എന്ന് പറയുന്നത്. ഇതിൻ്റെ വലിയ തൈകളാണ്, പക്ഷേ ഇതിന് കുറച്ച് വില കൂടുതലാണ്. 900 രൂപയാണ്. മട്ടവൻ്റെ തൈകൾ 100 രൂപ മുതൽ ഇവിടെ തൈകളുണ്ട്. ഇതാണ് പർപ്പിൾ ഫോറസ്റ്റ് ഗുവ എന്ന് പറയുന്നത്, സ്ട്രോബെറി പേരിൻ്റെ പർപ്പിൾ. ഇത് നല്ല കായ്ക്കണതിനാണ്. ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലമാണ്, വലിയ പ്ലാന്റുകൾ 300 രൂപക്ക്. പിന്നെ ദുരിയാൻ്റെ പ്ലാന്റുകളുണ്ട്, മുസമ്പികളുണ്ട്, കരക്കര ഞാവൽ എന്ന് പറഞ്ഞ ഞാവൽ വെറൈറ്റി അല്ല മുസമ്പി വെറൈറ്റികളുണ്ട്. ഓറഞ്ച് വെറൈറ്റി ഉണ്ട്. അത്തികൾ പല വലുപ്പത്തിലുണ്ട്. ഇതാ മുന്തിരി അവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ടോ? ഇത് ഏത് മുന്തിരിയാണ്? ഇത് സാധാ മുന്തിരി തന്നെ, റോസ് മുന്തിരി. ഇതിൻ്റെ തൈകളുണ്ടോ?
തൈകളുണ്ടല്ലോ ഇഷ്ടം പോലെ തൈകൾ. ഈ ഒരു കട്ടിങ്ങുള്ള ഈ മുന്തിരിയാണ് നമ്മളിവിടെ നല്ലോണം കായ്ക്കണം കേട്ടോ, ലീഫിന് കട്ടിങ്ങുള്ള. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ കമ്പെടുത്തിട്ട് കുറേ മുന്തിരി തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് റിസൾട്ട് പറയാൻ പറ്റുന്നുണ്ട്. എത്ര കുറഞ്ഞ വർഷം, ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അവിടെ മുന്തിരിയൊക്കെ പഴുക്കാനായി തുടങ്ങിയതാണ്ടോ. ഇതാ ഈ പപ്പായ. പപ്പായ റെഡ് ലേഡി. ഇത് സലാക്ക സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയണ. ഇത് കമ്പോഡിയൻ മുന്തിരിയുടെ തൈകളാണെങ്കിൽ അതുകൊണ്ട് ഇവിടെ 250 രൂപ. വലിയ തൈകളാണ്, നല്ല തൈകളാണ്. പിന്നെ ഗ്രോമിച്ചാമ ഇതുണ്ടോ. ഇപ്പം നമ്മളടുത്ത് ഇതൊക്കെ ജബോട്ടിക്കാവിൻ്റെ തൈകളാണ്. ഈ വലുപ്പമുള്ള തൈകൾ നമ്മളിവിടെ 100 രൂപയൊക്കെ കൊടുക്കണം. 200 രൂപക്കും കൊടുക്കുന്നുണ്ട്. ഇത് 100 രൂപ കൊടുക്കുന്ന തൈകളാണ്. ഇതിൽ എത്ര വേണം തൈകളുണ്ട്. കാട്ടിമോണ്ട വലിയ വലിയ ബുഷ് തൈകൾ. തൈ ബുഷ് കേട്ടോ, നമ്മൾ എല്ലായിടത്തും ഒരു കോലായിട്ടുള്ളൊരു തൈകളാണ് കിട്ടണം. നല്ല ബുഷ് തൈകളാണ്. 400 രൂപ കൊടുക്കുന്ന തൈകൾ കേട്ടോ. അത് നല്ല അടിപൊളി തൈകൾ. പിന്നെ നാംഡോക്കുമതിൻ്റെ ഏകദേശം വലിയ തൈകൾ 850 രൂപേൻ്റെ തൈകളാണിത്. പിന്നെ ഇവിടെയൊക്കെ ഞാവലുകളുണ്ട്. ഞാവൽ ഇതൊക്കെ പിന്നെ വൈറ്റ് ഞാവലാണ്. 250 രൂപേൻ്റെ തൈയാണ്. ഇത് J33-ൻ്റെ ഡാങ് സൂര്യൻ്റെ നല്ല തൈകൾ. ഇതാ സ്ട്രോബെറി പേര കാഴ്ച മരങ്ങളുണ്ട് ഇഷ്ടം പോലെ, യെല്ലോ. പിന്നെ ഞാവലിൻ്റെ വൈറ്റിൻ്റെ വലിയ പ്ലാന്റ്സുകൾ. അതേമാതിരി ബേറാപ്പിൾ ഇതാ നല്ല നല്ല കായോട് കൂടിയുള്ള തൈകൾ 150 രൂപേൻ്റെ. 150 രൂപ. ഇതുണ്ട് നാംഡോക്കുമായി കണ്ടോ. ഇതൊക്കെ ഹെവി പ്ലാന്റ് ആണ്, ജംബോ പ്ലാന്റ്, ഹെവി പ്ലാന്റ്. അതൊക്കെ ഇത് കണ്ടോ, ഇത്രയും വലിയ നല്ല ഇത്രയും ബുഷായ തൈകൾ കണ്ടോ, കാണില്ലേ. ഇതൊക്കെ ഒരു പോട്ടിലാണ് മാറ്റി വെച്ചാൽ 4000-5000 പറയാൻ പറ്റുന്ന തൈകളാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൈകളാണ്. പക്ഷേ നമ്മളിതിവിടെ 2500 രൂപക്കാണ് ഇത്രയും വലിയ തൈകൾ കൊടുക്കുന്നത്. ഡൽഹാരിയാണ്. ഡൽഹാരി. അതാ ദൽഹാരി. ദൽഹാരിന് തൈ 150 രൂപ കേട്ടോ. ദൽഹാരി തൈ കൊടുക്കണേ 150 രൂപ. ഇത് പിന്നെ ഇത് മൾബറി, ലോങ് മൾബറി. മൾബറിൻ്റെ തൈകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും 300 രൂപക്കാണ്. ഇത് മറ്റേ എന്താണ്, അത് അനാറാണ്. അനാറിൽ സൂപ്പർ ഭഗവ. അവിടെ പൂവും കായും എല്ലാം ഉണ്ട്. 250 രൂപേൻ്റെ വലിയ തൈകളാണിത്. ഇത് നന്നായിട്ട് കായ പിടിക്കുമോ? നല്ല കായ പിടിക്കേണ്ടതാണ് പറഞ്ഞാൽ. ഞാൻ കൂടുതൽ ആരും പ്രോത്സാഹനം കൊടുക്കാറില്ല. ചിലയിടത്തൊക്കെ പലരും പല അഭിപ്രായം പറഞ്ഞുകൊണ്ട്. ഇത് പേരകൾ പിന്നെ VNR ഉണ്ട്, തായ്പിങ്ക് ഉണ്ട്, ഒക്കെ 150 രൂപ. കായോട് കൂടില്ല കേട്ടോ അതൊക്കെ കണ്ടോ. ഇതാണ് മറ്റേ ബുഷ് പെപ്പർ, മറ്റേത് തെക്കൻ കണ്ടോ, തെക്കൻ പെപ്പർ കണ്ടോ. ഒരുപാട് ആൾക്കാർ ചോദിച്ചു, നമുക്ക് കൊടുന്ന് വെച്ചാണ്. തൈകൾ ഇവിടെ നല്ലതുണ്ട്. ആർക്കാഗ്രൻ പേരൊക്കെയാണ് 150 രൂപയാണ്, അത്രയും വലിയ സൈസുള്ള പേരകൾക്ക്. പിന്നെ ഈ 35-ൻ്റെ നല്ല തൈകൾ ഇതാ. മഞ്ഞ റംബൂട്ടാൻ എന്തോലുണ്ട് ഇതാ. ഇത് 300 രൂപ കൊടുക്കണം. നല്ല തൈകൾ കേട്ടോ. ഇത് കൊല കുത്തി കായ സപ്പോർട്ടാണ്. അവിടെ ഇത്രയും വലിയൊരു ചട്ടിയിൽ ഡ്രമ്മിൽ വെച്ച് സെറ്റ് ചെയ്താണ് കേട്ടോ. നിറയെ കായുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഒരു 2000 രൂപ കൊടുക്കാം. ഇത്രയും വലിയ തൈ കേട്ടോ. ഇത് വലിപ്പം വരും, ടേസ്റ്റും ഉണ്ട്. നിറയെ കായ പിടുത്തമുണ്ട്. ഇതാ ജംബോ സപ്പോർട്ട്, തായ് ജംബോ കായോട് കൂടിയിട്ട് ഇതുണ്ടോ. ഇതുണ്ടോ ഇത്രയും വലിയ തൈകളാട്ടോ. നോക്കി ഇതിൻ്റെ തൈയിൻ്റെ സൈസ് നോക്കി കണ്ടാ. കായ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ 400 രൂപ കൊടുക്കണം കേട്ടോ. ഇത്രയും വലിയ സൈസ് തായ് ജംബോ. ഇതന്നെ നമ്മളെ പിന്നെ കാലാവധിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വലുപ്പമുള്ള തൈനൊക്കെ 150-200 വരുള്ളൂ. അമ്പഴ കൂടെ നല്ല അടിപൊളി കായോട് കൂടിയിട്ടുള്ള 350 രൂപേൻ്റെ കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്. നല്ല വലിയ തൈകളാണ്. ചെറിയ തൈകൾ 300 രൂപയ്ക്ക് 250 രൂപ കിട്ടും. ഇത് നല്ല തൈകളാണ്. ഇത് ബനാന മാംഗോ ഇതാണ് സപ്പോർട്ടാണ് കണ്ടോ. കണ്ടോ ഇതിൻ്റെ സൈസ് കണ്ടോ. ആളുകൾക്ക് ഒരു സംശയമാണ്, ഇതാ നീണ്ടു വരുന്നുണ്ടല്ലേ. അങ്ങോട്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇത് കറക്റ്റ് ബനാനയാണ്. പേരക്ക ഇത് തായ്പിങ്ക് പേരാണ്. ഇതാണ് അരസാബോയ്. ഇതൊക്കെ ഇത്രയും നല്ല സൈസുള്ള തൈകൾ 250 രൂപക്കാണ് കൊടുക്കുന്നത്. കായ്ക്കാറായ തൈകളാണ്. ഇത് നങ്കടാക്ക് ജാക്ക് അരസാബോയിൻ്റെ ചെറിയ തൈകൾ 200 രൂപേൻ്റെ തൈകൾ. അതൊക്കെ ഞാവലും ഓറഞ്ച് ചെറുനാരങ്ങ. ഇതൊക്കെ 250 രൂപേൻ്റെ ദൽഹാരി വലിയ നല്ല തൈകളാണ്, കായ്ക്കാറായ തൈകളാണ്. ഇതൊക്കെ നാംഡോക്കുമായി ഗോൾഡാണ്, ഒറിജിനൽ. ഇതുണ്ടോ ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന ഇത്രയും ചെറിയ മാവിൽ കണ്ടോ. ഇത് ഗോൾഡ് കണ്ടോ. ഇത് ചെറിയ മൂക്കാത്ത ചെറിയ മാങ്ങയാണ്. ഇതിൻ്റെ കളർ കണ്ടോ. ഗ്രീൻ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് വെക്കാനല്ലേ നമ്മൾ കാണിച്ചു തരാം. 2 വെവ്വേറെ കാണിച്ചു തരാം. സൂപ്പർ ക്യൂന് മാവുകളാണ്. 550-600 രൂപേൻ്റെ വലിയ മാവുകൾ തൈകളാണ്. ഇതിൽ കുളമ്പാണ് ഇത് കാണുന്നത്. എന്താണ് നല്ല മാങ്ങോട് കൂടിയുള്ളത് കണ്ടോ.
പൂവും കായൊക്കെ ഉള്ള കുളമ്പ് മാവുകളാണിത്. പിന്നെ ബനാന മാങ്ങിൻ്റെ വലിയ മാവുകൾ ഇതാ അല്ല ഹൈറ്റ് ഉണ്ടോ 10 അടി 12 അടി ഹൈറ്റുള്ള മാവുകളാണ്. ഇതേതാ ഈ കായ്ച്ചെടുക്കണത്? അത് കോട്ടർക്കോണം മാവുകളുണ്ടോ? അടിപൊളി മാവുകളാണിത്. ഇതൊക്കെ ഈ ഇത്രയും വലിയ തൈ ഈ മാങ്ങയുള്ള തൈകളിന് 1000 രൂപ ഉള്ളൂ കേട്ടോ. പിന്നെ വലിയ നല്ല അടിപൊളി റംബുട്ടാനാണ്. ഇപ്പോൾ നമ്മൾ നടന്ന് ഈ ഗാർഡൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. സ്ഥലം എല്ലാവർക്കും അറിയാം, എന്നാലും നേരിട്ട് വരുന്നവർക്ക് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്ത്. ഞാൻ ഇത് മലപ്പുറം ടൗണ്, അതായത് സിവിൽ സ്റ്റേഷൻ്റെ അവിടുന്ന് മൃഗാശുപത്രിൻ്റെ റോട്ട് വരായി ആ ഭാഗങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ തിരൂര് കോട്ടക്കൽ ഭാഗം നിന്നൊക്കെ വരികയാണെങ്കിൽ സിവിൽ സ്റ്റേഷൻ്റെ അവിടുന്ന് പിന്നെ മൃഗാശുപത്രിൻ്റെ റോട്ടിന് ഇറങ്ങിയിട്ട് പിന്നെ പെരിങ്ങോട്ടുപുലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആരോട് ചോദിച്ചാലും അറിയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെസിൻ എക്സോട്ടിക് എന്ന് അടിച്ചാലും ലൊക്കേഷൻ കിട്ടും. നമ്മൾ വാട്സപ്പിൻ്റെ മേലെ ഓപ്പൺ ചെയ്താലും ലൊക്കേഷൻ കിട്ടും. പിന്നെ പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് മഞ്ചേരി ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആൾ, കോഴിക്കോട് ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആളുകൾ കൂട്ടിലങ്ങാടി വന്നിട്ട് കൂട്ടിലങ്ങാടിനപ്പുറത്ത് കീരംകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പടപ്പുറം റോഡിന് തിരിഞ്ഞ് വരാൻ അവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും സുഖമാണ്. അങ്ങനെ പല വഴിയും ഇങ്ങോട്ട് എത്താനുണ്ട്. ഓക്കെ, ശരി, താങ്ക് യു.